ഗൈസ് നമ്മുടെ പുതിയ വീഡിയോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അമ്മ എന്താ കുക്കിന് ചപ്പാത്തി വരെ ചപ്പാത്തിയും കടലക്കറിയും ആയിക്കോട്ടെ. അമ്മേനെ സ്വീറ്റ് കുട്ടിയാണ് സഹായിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കറിയാണ് ആദ്യം നമ്മൾ കറി ഉണ്ടാക്കാം. അപ്പൊ അതിന് ചെറിയൊരു അരപ്പ് ആദ്യം ഉണ്ടാക്കാം. അത് എന്റേതായ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പലരും പല രീതിയിൽ ഉണ്ടാക്കുക, പക്ഷെ ഇത് എന്റെ സ്റ്റൈൽ. അതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. മുളക് അധികം ഇട്ടിട്ടില്ല, കാരണം ഇയാൾക്ക് മുളക് എരിവ് അധികം പറ്റാത്തത് കൊണ്ട് അയാൾക്കൊണ്ട് കഴിക്കാൻ പാടില്ല, കുറച്ച് എരിവ്. അപ്പൊ ആദ്യം ഇതൊന്ന് അരച്ചിട്ടെടുക്കും. അരച്ചിട്ടേ നമ്മളത് അരച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ പണി തുടങ്ങുമ്പോൾ വേറെ ചെറിയ പണി, അതായത് പാനിന് നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കും. ഓക്കെ, ഞാൻ ഗ്യാസ് കത്തിക്കട്ടെ കേട്ടോ. അത് വറുത്ത് കറക്കില്ലതാ, അത് തിന്നാനുള്ളതല്ല കേട്ടോ. തേങ്ങയുടെ പോലെ ബ്രൗൺ കളറാണ്. നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നുണ്ടോ, അതിനാണല്ലോ കുറച്ച് ഇറങ്ങിയിട്ട് അതൊക്കെ അവരുടെ അളവിനനുസരിച്ചിട്ട് കൈയും പോലെടുത്തോ. ഏതാ കളയത് ഒന്ന് ായിട്ട് ഇത് നമുക്ക് ഓഫാക്കാം. ഓക്കെ, ഇതിനെ ഇനി ഒന്ന് ചൂടാകാൻ വയ്ക്കണം. ചൂടാക്കി നമുക്ക് അരയ്ക്കാം. ഇനി നമ്മൾ വെളിച്ചെണ്ണ വെച്ചില്ല, ഇനി അരച്ചു വെച്ച് നമ്മൾ അതായിരിക്കാം. ഇത് ഇതിനുള്ളിൽ വേണം, എന്നിട്ട് അത് നമുക്ക് അരയ്ക്കാം. തെറിക്കാതെ വേണം കേട്ടോ. വഴറ്റി കഴിഞ്ഞാൽ നമുക്കിത് ഈ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് അരയ്ക്കണം. ഇനി ഇതിപ്പോൾ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. നമ്മളിതൊന്ന് ഇത് വഴന്ന് വരുമ്പോഴത്തേനും ഇതൊന്ന് അരച്ചിട്ട് തന്നെയാണ്. കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് ഒരിത്തിരി കടല ഒന്ന് അരക്കാൻ വരും. അതെന്തിനാണ് എന്തിനാ നമ്മളതിലേക്ക് ഇതൊക്കെ ഇട്ടാന്നറിയോ? മസാലപ്പൊടിയും മുളക് പൊടിയും. ഓക്കെ, അപ്പൊ അരക്കാം. അരച്ചെടുക്കുന്നത് ഇട്ടു. അപ്പൊ ഗൈസ് നമുക്ക് ഈ കറിയിൽ രസച്ചെടി വേണം. നമുക്ക് രസച്ചെടി ഫസ്റ്റ് നമുക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് സ്വീറ്റ് വരും. അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അറിയാം. ഇപ്പൊ കാണാൻ പറ്റും ഉണ്ടെന്ന് വിചാരിക്കും. നമ്മുടെ വീടിന്റെ സൈഡിൽ നല്ല ചെടി കേട്ടോ, ബിരിയാണിക്കൊക്കെ ഇട്ട നല്ല മണം. ഞാൻ ചെടി ഇത് കാണുന്നുണ്ടാവോ എന്നെനിക്ക് അറിയില്ല. ഞാൻ ഫ്ലാഷ് അടിച്ചിട്ട് കാണിക്കും. ഈ ഒരു ഇലയാണ് സാധനം. പുറത്ത് വീട് വലിയ ഇല പറയണം. ഒരു 5 ഇത് നല്ല യൂസ്ഫുൾ ആണ്, നല്ല ഔഷധ ഗുണമുള്ള ചെടിയാണ്. സൈഡിൽ കൂടെ പുല്ലൊക്കെ വളർന്നുണ്ട്, ഒക്കെ വെട്ടി ശരിയാക്കണം. എത്ര പറിച്ചു? അപ്പൊ നമുക്ക് പോവാം. ഈ കഴിഞ്ഞ കപ്പ് നമ്മുടെ കറി ഒരു പരുവത്തി തിളച്ച് മറിയാണ്. ഉപ്പിട്ടു നമ്മൾ ഏതാ പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഇല ഇടണല്ലോ ഇതില്. ഇതിൽ ഇലട്ട നല്ല മണം, ഇവിടെ നല്ല മണമുണ്ട്.
മാറ്റി വെച്ചിട്ടുണ്ട്. ഇതപ്പോൾ നല്ല തിളച്ച് മറിയും കോഫി ഗൈസ്. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ഇല വീട്ടിൽ നട്ട് വളർത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മല്ലിയിലല്ലേ അത് രസച്ചെടി, നല്ല യൂസ്ഫുൾ ആണ്. രസത്തിലൊക്കെ നല്ല ടേസ്റ്റാണ്. മല്ലിയില വേണമെന്നൊന്നുമില്ല. നമ്മുടെ കറി ഇവിടെ സെറ്റാണ്. കടല ഉള്ളി ചാട്ടോ, കടലേക്ക് കടല കാണണ്ടേ. അപ്പൊ ഗൈസ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി വന്നിട്ട് കാണാം കേട്ടോ.